So good day everybody. This is Anuja Mary Thomas with Let's Crack Kerala Exams. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സൈക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ തന്നെ എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യോളജിയിലും സോഷ്യൽ സൈക്കോളജിയിലും ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയായിരിക്കും. ദാറ്റ് ഈസ് അബൌട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആൻഡ് വയലൻസ് ഐ വുഡ് സേ. അപ്പം what you get from an academy is that you get daily life classes, you get structured courses, you get unlimited access to all the information that is available, and then you have got the best educators that is available, and with an academy advantage you will be able to actually like എന്താ പറയാ നിങ്ങളുടെ തന്നെ ഒരു പ്രോഗ്രസ് എത്രമാത്രമാണെന്ന് വരെ അളക്കാനായിട്ട് അക്കാഡമിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് വുഡ് ആക്ച്വലി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എത്രമാത്രം പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെ എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പുതിയ ബാച്ചുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. And then unlock free content, and this is how you actually unlock the free content from the Unacademy learning app. And then you have to enter the referral code so that you can unleash or unlimited content access ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു റെഫറൽ കോഡും കൂടെ കൊടുക്കേണ്ടതാണ്. And then for the 12 months it's 9,350, and you have got EMI options as well. So we will be dealing with the topic Domestic Violence Act. നമ്മൾ ആക്ടുകളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് CDPO പോലെ എക്സാംസ് PSC ടെസ്റ്റിനകത്ത് CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പരീക്ഷകൾക്കും ഒക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ പറ്റി, അല്ലെങ്കിൽ ഏതൊരു ഹ്യൂമൻ ബീങ് ആയിക്കോട്ടെ അവരൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 2005. അപ്പം എന്താണ് അബ്യൂസ് അല്ലെങ്കിൽ എന്താണ് വയലൻസ് എന്ന് നമുക്ക് നോക്കാം. സോ എനി kind of abusive relationship by your husband or male partner or their relative inclusive of male and female. അപ്പം അവിടെ മെയിൽ മാത്രമല്ല, അതായത് ഇൻലോസ് എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നുണ്ട്. അപ്പം ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സോ ആരെങ്കിലും വഴിയായിട്ടോ. ഇറ്റ് നീഡ് നോട്ട് ബി ഫിസിക്കൽ അബ്യൂസ്. ഫിസിക്കൽ അബ്യൂസ് നമ്മുടെ ശരീരത്തിൽ തുടരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇറ്റ് കുഡ് ഓൾസോ ബി വെർബൽ, ഇമോഷണൽ, സെക്ഷൽ ഓർ എക്കണോമിക് അബ്യൂസ്. അപ്പം ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 3 ഓഫ് IPC എന്തെങ്കിലും ഹാംസ് അല്ലെങ്കിൽ ഇഞ്ചറീസ് or endangered the health, safety, life, limb or well-being, whether mental or physical, of the aggravated person to tends to do so, അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയോ ചെയ്താൽ ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഇക്കണോമിക് അബ്യൂസ് ആയിട്ട് അതിനെ കണക്കാക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഹറാസ്മെന്റോ അല്ലെങ്കിൽ ഹാംസോ ഇൻവരീസോ ടു ദാറ്റ് പേഴ്സൺ വിത്ത് എ വ്യൂ ടു കോഴ്സ് ഹർ or any other person related to her to meet any unlawful demand for the dowry or other property or valuable security. അതായത് ഡൗറിക്ക് വേണ്ടി, സ്ത്രീധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയോ പെൺകുട്ടിയെയോ വിമനെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും റിലേറ്റീവിനെയോ കോഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഹരാസ് ചെയ്താൽ, ഹാം ചെയ്താൽ, ഇൻജോർ ചെയ്താൽ അതും സെക്ഷൻ 3 IPCക്ക് കീഴിൽ വരുന്നതാണ്. Okay, has the effect of threatening the aggravated person or any person related to her. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. It is not only for that person but for the person and the person related to her by conduct meaning mentioned in the clause A mention ചെയ്ത പോലെ BD. Otherwise injuries or harm causes harm whether physical or mental or aggravated person or to the aggravated person. അപ്പം ഫിസിക്കൽ ആൻഡ് നമ്മളെപ്പോഴും അബ്യൂസുകളെ എപ്പോഴും പാടൊന്നും കാണുന്നില്ലല്ലോ. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഫിസിക്കൽ, ഇറ്റ് ക്യാൻ ബി മെന്റൽ, ഇറ്റ് ക്യാൻ ബി എക്കണോമിക്, ഇറ്റ് ക്യാൻ ബി സെക്ഷൽ. സോ ഈ 4 രീതിയിലുള്ള അബ്യൂസുകളും ഇതിന് കീഴിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് വയലൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വയലൻസ് ആണ് ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഇഞ്ചറി, ഹിറ്റിംഗ്, ബീറ്റിംഗ്, ഷോവിങ് ഒക്കെ ഫിസിക്കൽ അസോൾട്ടിന്റെ ഭാഗമാണ്. ഇനി സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ അവരെ മാനസികമായി തളർത്തുക, മാനസികമായി പീഡിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്കൊരു എന്തെങ്കിലും ഒരു മാനസിക രോഗത്തിന്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെയും അവരുടെ ഫാമിലിയെ വേദനിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ അബ്യൂസ് എന്നിൽ കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ അബ്യൂസ് ഇൻ ദ സെൻസ് സമൂഹത്തില് എന്താ മാന്യമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നെങ്കിൽ അവരെ താറടിച്ച് കാണിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക,
ചെയ്യുക. സൊസൈറ്റിയിൽ അവരെ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ട് താഴെ കൊണ്ടുവരുന്നതിനെയാണ് സോഷ്യൽ അബ്യൂസ് എന്ന് ഉദ്ദേശിക്കുക. ഫിനാൻഷ്യൽ അബ്യൂസ് നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഏതെങ്കിലും രീതിയിൽ അവരുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളോ കരസ്ഥമാക്കാനായിട്ടുള്ള ശ്രമമാണ് ഫിനാൻഷ്യൽ അബ്യൂസ്. ശ്രമമല്ല, അങ്ങനെ. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പരിരക്ഷ, അത് ഫിനാൻഷ്യൽ പരിരക്ഷ കൊടുക്കാതിരിക്കുക, അതും ഫിനാൻഷ്യൽ അബ്യൂസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇനി സെക്ഷൽ അസോൾട്ട്. സെക്ഷൽ അസോൾട്ട് എന്ന് പറയും സെക്ഷൽ അബ്യൂസ്, ഫോഴ്സ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി. ഏതെങ്കിലും രീതിയിൽ ഫോഴ്സ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി ആണ് നടത്തുന്നതെങ്കിൽ അത് സെക്ഷൽ അസോൾട്ടിനും അകത്ത് വരുന്നു. ദാറ്റ് ഇസ് വയലൻസ്. എക്സാക്ട്ലി, ദാറ്റ് ഇസ് വയലൻസ്. കാരണം നമ്മുടെ ഇവിടെ മരീറ്റൽ റേപ്പ് എന്ന് പറയുന്നത്, അതായത് മരീറ്റൽ റേപ്പ് എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ അബ്യൂസും കൂടെ ഇതിനകത്ത് കവർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഫിസിക്കൽ അബ്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോ മെൻഷൻ ചെയ്തു പോയി, നമുക്ക് എന്നാലും അതിന്റെ കൃത്യം ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫിസിക്കൽ അബ്യൂസ് മീൻസ് എനി ആക്ട് ഓർ കണ്ടക്ട് which is of such nature as to cause bodily pain, harm, danger to life, limb or health, or impair the health or development of the aggravated person, and includes assault, criminal intimidation and criminal force. ഇതിനെയാണ് ഫിസിക്കൽ അബ്യൂസ് എന്ന് വിളിക്കുക. ഇനി സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുക, അതർവൈസ് വയലേറ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ദ വുമൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്ഷൽ അബ്യൂസിനകത്ത് വരിക. ഇനി വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് ഇൻക്ലൂഡ്സ് ഇൻസൾട്ട്, റിഡിക്യൂൾ, ഹ്യൂമിലിയേഷൻ, നെയിം കോളിംഗ്, ഏതെങ്കിലും രീതിയിൽ നെയിം കോളിംഗ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, പേരൻസിനെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയോ ഒക്കെ തെറിവിളിക്കുക, തെറിവിളിക്കുക ഇൻ ദ സെൻസ് അവരെയൊക്കെ റിഡിക്യൂൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസിൽ വരിക. എക്കണോമിക്കൽ അബ്യൂസ്, deprivation of all or any economic or financial resources to which the aggravated person is entitled. അതായത് അവർക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഡിപ്രൈവ് ചെയ്യുന്നതിനെയൊക്കെ എക്കണോമിക് അബ്യൂസിനകത്ത് കൊണ്ടുവരുന്നു. ബട്ട് നോട്ട് ലിമിറ്റഡ് ടു ഹൗസ് ഹോൾഡ് നെസസിറ്റീസ് ഫോർ ദ അഗ്രാവേറ്റഡ് പേഴ്സൺ ആൻഡ് ഹെർ ചിൽഡ്രൻ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളിപ്പോ ഒരു ഡിവോഴ്സ് ആയാൽ തന്നെ ചെലവിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ദ ലേഡി ആൻഡ് ദ ചൈൽഡ് ഈസ് എൻടൈറ്റിൽഡ് ടു ഹാവ്. അപ്പം അങ്ങനത്തെ അവകാശപ്പെട്ടതൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എക്കണോമിക് അബ്യൂസ്. ഇനി വിക്ടിംസ് ആരാണ്? Domestic violence does not belong to any specific group. This is very important. ഏതെങ്കിലും സ്പെസിഫിക് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമല്ല, it can be used to any group of people across socio-economic, racial, religion, ethnic age group. അതായത് ഈ ഏജ് ഗ്രൂപ്പുകളിലും എല്ലാത്തിലും ഉള്ള ഏതൊക്കെ വിമൻ ആണോ ആവശ്യമുള്ളത്, വിമൻ ആൻഡ് ചൈൽഡ് ഇസ് കവേർഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ലോ സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇനി ഡൊമസ്റ്റിക് വയലൻസ് ഹാപ്പൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ ഡേറ്റിംഗ്, മാരിഡ്, സെപ്പറേറ്റഡ് ആൻഡ് ഡിവോഴ്സ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് സംഭവിക്കുന്നത് കല്യാണം കഴിച്ചവരിൽ മാത്രമല്ല, സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരും ഡേറ്റിംഗ്, മാരിഡ് ആയിട്ടുള്ളവരിലും ഒക്കെ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിക്കുന്നുണ്ട്. ഹെട്രോസെക്ഷൽ കപ്പിൾസിൽ നടക്കുന്നുണ്ട്, ഗേ കപ്പിൾസിൽ നടക്കുന്നുണ്ട്, ലെസ്ബിയൻ കപ്പിൾസിലുണ്ട്. സോ ബട്ട് ദ മെയിൻ വിക്ടിംസ് ഓഫ് യൂഷ്വലി, പക്ഷേ എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഒരു 98%, 98 ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ദാറ്റ് മീൻസ് ഒരു വലിയ ഭാഗവും ഡൊമസ്റ്റിക് വയലൻസ് ആർ അഗൈൻസ്റ്റ് വിമൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഡൊമസ്റ്റിക് 1 in 4 women and 1 in 14 men. അപ്പം അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ദിസ് ഇസ് സംതിങ് വെരി കോമൺ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ according to a 2013 global review of available data, 35% of women worldwide has experienced intimate partner violence or non-partner sexual violence. So see how much എന്തൊരു എക്സ്റ്റെൻഡ്, ഒരു 100 പേരാണെങ്കിൽ അതിനകത്ത് 35 പേരും ഹാസ് ഗോൺ ത്രൂ സം സോർട്ട് ഓഫ് നോൺ പാർട്ട്ണർ സെക്ഷൽ വയലൻസ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി വളരെ എന്താ പറയുന്നത്, ആശ്ചര്യം ഒക്കെ തരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ചത്തെ മലയാള മനോരമ പത്രത്തില്, അതായത് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ കൈ ഉയർത്തുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒരു സർവേ നടത്തിയിരുന്നു. അപ്പൊ അതിനകത്ത് കണ്ടത് എത്രയാണെന്ന് ഞാൻ നോക്കുന്നില്ല, എന്നിരുന്നാലും ഭൂരിഭാഗം പേരും പറഞ്ഞത് അത്യാവശ്യം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് തല്ലുകിട്ടുന്നത് ഒക്കെയാണ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ഇസ് വെരി നോർമലൈസ്ഡ് in the culture, in the Indian culture, and that is the reason maybe why domestic violence is very prominent.
ഓക്കെ, ഇനി ക്രൈം എഗനസ്റ്റ് വുമൻ ഡ്യൂറിങ് വുമൻ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂറിങ് 2011. ഇത് 2011 കണക്കാണ്. ഇപ്പം ഇതിനകത്ത് വേണ്ട ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് ദാറ്റ് ഇസ് 43.4%. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വഴിയായിട്ടാണെങ്കിൽ ദാറ്റ് ഇസ് 2.9. molestation is 18.8. അപ്പം എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്യൂസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ഇനി വയലൻസ് അഗൈൻസ്റ്റ് വുമൻ womb to tomb. Before birth, as many as 5 million girls in India are aborted by sex-selective abortion. Yes, and that is female feticide is something that is very common in the Indian country. If her mother is beaten, the unborn child can be harmed in the womb, born underweight, miscarried as a stillborn. So that is also something that happens in India. As an infant, she may be one of 10,000 children in India who are murdered by female infanticide every year. So a lot of girl childs does not come into this earth and to see all this because എന്താ അവര് മുമ്പിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയാണ്. Okay. She also may suffer physical, sexual, psychological abuse at the hands of their elders. അതുപോലെ തന്നെ ചിലപ്പം സംഭവിക്കാൻ പോകുന്നത് she would be married off at the age of 14, 15. She won't be given education. She will go into a family where she will be a teenage mother, and then the circle continues. So protection against domestic violence is something that is very important. ഇനി ഒറിജിൻ ഓഫ് DV ആക്ട്. DV ആക്ട് എങ്ങനെയാണ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എങ്ങനെ ഒറിജിൻ ചെയ്തു എന്ന് നോക്കാം. In 1983, DV as a special criminal offense, domestic violence as a special criminal offense by the introduction of section 498A. Section 498A വഴിയായിട്ടാണ് DV ആക്ടിനെ സ്പെഷ്യൽ ക്രിമിനൽ ഒഫൻസ് ആക്കി ഇന്ത്യൻ പീനൽ കോഡിൽ കൊണ്ടുവന്നത്. The Protection of Women from Domestic Violence Act 2005 was brought into force by the Indian government from October 26, 2006. ഇത് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും. October 26, 2006 ഇന്ത്യൻ ഗവൺമെന്റ് ബൈ ഫോഴ്സ് ഈ ഒരു ആക്ട് മുൻപിലേക്ക് കൊണ്ടുവന്നത്. The act was passed by the parliament in August. ഒക്ടോബറിൽ സമർപ്പിച്ചു. അതിനു മുൻപ് ഓഗസ്റ്റ് 2005 പാർലമെന്റ് ഇതിനെ പാസ്സാക്കി. 13 സെപ്റ്റംബർ 2005 ഇതിനെ 5 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ആക്ട് ആയിട്ട് പ്രസിഡന്റ് മെസന്റ് ചെയ്തു. ഇതാണ് DV ആക്ടിന്റെ ഒറിജിൻ. Okay. In domestic violence is defined as the follows in the act. Okay. For the purpose of this act, any conduct of the respondent shall constitute domestic violence if he എന്ന് പറയുന്നു, it can be a she as well, habitually assault or make the life of the aggrieved person miserable by cruelty of conduct, even if such conduct does not amount to physical ill treatment. Physical ill treatment മാത്രമല്ല, അതല്ലാതെ തന്നെ cruelty of conduct, പെരുമാറ്റത്തിലുള്ള cruelty വഴിയായിട്ട് assault ചെയ്യുകയാണെങ്കിൽ that comes under domestic violence. Then second one, force the aggravated person to lead an immoral life. ഏതെങ്കിലും രീതിയിൽ immoral ആയിട്ട് ജീവിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ that is also domestic violence. Otherwise, injuries or harm the aggravated person, nothing contained in the clause C of subsection shall amount of domestic violence if the pursuit of course of conduct by respondent was reasonable for his own protection or for the protection of his another property. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചറീസോ ഹാംസോ അഗ്രവേറ്റഡ് പേഴ്സണിൽ കൊടുക്കുന്നതും അബ്യൂസിന് കീഴിൽ വരുന്നതാണ്. ഇനി പ്രൈമറി ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ വിമൻ, ഇറ്റ് ഇസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. Section 2A of Act will help any woman who is or has been in domestic relationship with the respondent in a case. It empowers women to file case against a person with whom she is having a domestic relationship or is sharing a household and who is subjected to her domestic violence. അപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ വയലൻസിന് വിധേയമാവുകയാണെങ്കിൽ അവരെല്ലാവരും ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ചിൽഡ്രൻ ആർ ഓൾസോ കവേർഡ് അണ്ടർ ബൈ ദ ആക്ട്. They too can file a case against a parent or parents who are tormenting or torturing them physically, mentally or economically. Any person can file a complaint on behalf of the child. അത് പ്രത്യേകതയാണ്. കുട്ടികൾക്കും ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഫിസിക്കലി, മെന്റലി ഓർ എക്കണോമിക്കലി അവരെയും എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ ടോർമെന്റ് ചെയ്യോ ടോർച്ചർ ചെയ്യോ ചെയ്താൽ അവർക്കും കേസ് ഫയൽ ചെയ്യാം. അവർക്ക് വേണ്ടിയും കംപ്ലൈന്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ചൈൽഡ് ഓൾസോ സംബഡി ക്യാൻ കംപ്ലൈന്റ്.
ഓക്കെ, ഇനി സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ലോ എന്തൊക്കെയാണ്? ഈ ഒരു DB ആക്ടിന്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Recognizes right of the woman to be free from domestic violence, because no woman has to go through domestic violence. So it recognizes, this law recognizes the right of women to be free from any sort of domestic violence. And domestic violence regarded as violence of women human rights. അപ്പം അതായത് ഡൊമസ്റ്റിക് വയലൻസ് റിഗാർഡഡ് ആസ് വയലൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഏതെങ്കിലും ഇത് വുമൻ റൈറ്റ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ, ദിസ് ഇസ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ വനിതകൾക്കും അല്ലെങ്കിൽ ഇതിന് കീഴിൽ വരുന്ന അഗ്രവേറ്റഡ് പേഴ്സൺ ആരാണോ അവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ആണ് അവെയിൽ ആക്കുന്നത്. Okay, this law recognizes women's right to reside in the matrimonial home and to protect her from becoming destitute. അതായത് ഏതെങ്കിലും രീതിയിൽ അതായത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആൾക്ക് അല്ലെങ്കിൽ ഒരു വിമന് ആ മാട്രിമോണിയൽ ഹോമിൽ താമസിക്കാനുള്ള അവകാശമുണ്ടെന്നും അവിടെ നിന്നും പുറത്തിറക്കപ്പെടേണ്ടവരല്ല എന്നും ഈ ലോ മനസ്സിലാക്കുന്നു. ദിസ് ലോ ഗിവ്സ് എ വൈഡർ ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് കവറിംഗ് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, എക്കണോമിക്, സെക്ഷൽ വയലൻസ്. അതായത് ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, അതിനകത്ത് മെന്റൽ, ഇമോഷണൽ, എക്കണോമിക് ആൻഡ് സെക്ഷൽ വയലൻസുകൾ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. Okay, this law provides a single window remedy system where multiple needs for a woman can be addressed to a single litigation in a court. അപ്പം ഇത് ഒരു വിമന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ചൈൽഡിന് വേണ്ടിയുള്ള മൾട്ടിപ്പിൾ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റമാണ് ഇത്. Okay, the law aims at quick response through immediate orders like protection order, residence order, custody order. അതായത് ഏതെങ്കിലും രീതിയിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ റെസിഡൻസ് ഓർഡർ, ഏതെങ്കിലും രീതിയിലുള്ള റെസിഡൻസ് ഓർഡർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റഡി ഓർഡർ, കുട്ടികൾക്ക് ഏതെങ്കിലും കസ്റ്റഡി കൊടുക്കുക, ആരുടെയെങ്കിലും കസ്റ്റഡി വേണമെങ്കിൽ കസ്റ്റഡി ഓർഡർ. എക്സാമ്പിൾ ഇങ്ങനത്തെ ക്വിക്ക് റെസ്പോൺസും ഈ ഒരു ലോയ്ക്ക് കീഴിലുണ്ട്. Okay, the law recognizes that legal remedies alone is inadequate, therefore provides for support systems like shelter home, counseling and medical support, and that is very important. ഈ ഒരു ആക്ടിന് കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടി ഷെൽട്ടർ ഹോം, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഷെൽട്ടർ ഹോമുകൾ, കൗൺസിലിംഗ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് എന്നിവയും പ്രദാനം ചെയ്യുന്നുണ്ട്. The law is an addition to the existing matrimonial and criminal law on domestic violence, not in derogating to any other law. This gives a wider option to the victims to choose. അപ്പം ഇതൊരിക്കലും ഇതിനു മുമ്പുള്ള ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ അതിനോടൊപ്പം കൂട്ടിച്ചേർന്ന് ഒരു വൈഡർ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ലോസ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്. മറ്റ് ആക്ടുകൾ ഏതൊക്കെയാണ് IPCക്ക് കീഴിലുള്ള? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. എനി പ്രോപ്പർട്ടി ഓർ valuable property or anything valuables that is given before the marriage comes under dowry. Okay, section 304B, death of a woman within 7 years of marriage പ്രത്യേകമായിട്ട് കേസ് എടുത്ത് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഇനി section 498A, when husband or his family subjects woman to cruelty, intentional ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഹർട്ട് ചെയ്യുകയോ ഇഞ്ചുറി ചെയ്യുകയോ ചെയ്താലും അത് സെക്ഷൻ 498A കീഴിൽ വരുന്നതാണ്. സെക്ഷൻ 376 റേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്ഷൻ 294 ഒബ്സീൻ ആക്ട്സ് ആൻഡ് സോങ്സ്, അത് സെക്ഷൻ 294 വരുന്നു. സെക്ഷൻ 354 ഇന്റന്റ് ടു ഔട്ട്റേജ് എ വുമൻസ് മോഡസ്റ്റി. ഓക്കെ, ഇനി കൺക്ലൂഷനിൽ നമുക്ക് നോക്കാം. Violence is part of an extensive range of violence act that occurs in the private and public sphere, committed mainly by men. പക്ഷേ it is not only committed by men and whose principal victims are women and children. Violence against women, particularly at the hands of their partners, is a serious human rights violation and an obstacle to the development of the democratic society. Exactly. Democracyയിൽ മുൻപോട്ടേക്ക് നിൽക്കുന്ന ഒരു രാജ്യമായ ഇന്ത്യയിൽ women and men should have equal rights. അല്ലെങ്കിൽ they should have right to human rights. അപ്പം ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആയിക്കോട്ടെ, what these laws does is it actually gives you that എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അല്ലാണ്ട് വിമൻ റൈറ്റ്സോ ഇക്വാലിറ്റിയോ ഒന്നുമല്ല. ഇക്വാലിറ്റി ആണ്, പക്ഷെ വിമൻ റൈറ്റ്സ് എന്ന് പറയുന്ന റൈറ്റ് അല്ല അവിടെ കൊടുക്കുന്നത്. ദിസ് ലോസ് ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ വുമൻ ഗെറ്റ്സ് ദ basic human rights. So with that, I conclude this section. So this is Anuja Mary Thomas signing off from Let's Crack Kerala Exams.